റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചില സോഷ്യൽ മീഡിയയിലെ ചില പേജുകളിൽ പാട്രിയോട്ട് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ. അതിലൊന്ന്, ഇപ്പം ഇന്നൊരാളുടെ ഒരു മാന്യദേഹത്തിൻ്റെ പേര് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാലും ഞാൻ പറയാം. മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടനെ കൊന്നു എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി ഒരു വീഡിയോ. അതുപോലെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ചില ആൾക്കാർ, അതായത് കൂടുതലായിട്ടുള്ള ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവർ പാട്രിയോട്ടിന് റിസർവ് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ക്യാൻസലേഷൻ സഹിതമാണ് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ പകുതി പോലും സ്റ്റാർഡോ ഇല്ലാത്ത മമ്മൂക്കയോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചു, ലാലേട്ടൻ ചെയ്തൊരു തെറ്റ്, പിന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറഞ്ഞുപോയി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഏതോ ഗ്രഹപ്പഴ പിടിച്ച സമയത്തിന് മമ്മൂക്കയ്ക്ക് തോന്നി ലാലേട്ടൻ ഈ സിനിമയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന്. സ്വാഭാവികമായിട്ട് മഹേഷ് നാരായൺ വഴി മമ്മൂക്ക ചോദിക്കുകയും ലാലേട്ടൻ ഈ സിനിമയിലേക്ക് വരികയും ചെയ്തു. ഈ സിനിമയിൽ ഒരു അതിഥിതാരമായിട്ട് അഭിനയിച്ച ലാലേട്ടന് യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ല. ലാലേട്ടനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും യാതൊരുവിധ വിഷമങ്ങളും ഇല്ല. ലാലേട്ടൻ്റെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയതിന് ലാലേട്ടൻ ഫാൻസുകാർക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂക്കയുടെ ആരാധകർക്കായാലും ലാലേട്ടൻ്റെ ആരാധകർക്കായാലും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഈ മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൻ്റെ കഥാപാത്രത്തിന് ഇതിനകത്തൊന്ന് കൊന്നു എന്നുള്ള രീതിയിൽ വീഡിയോകൾ ചെയ്യുകയും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്തത് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുകയും, ലാലേട്ടൻ്റെ പകുതി പോലും സ്റ്റാറിൻ്റെ മമ്മൂക്കയ്ക്ക് ഇല്ലെന്നൊക്കെ പറയുമ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് സ്റ്റാർഡത്തിൻ്റെ പുറകെ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടനും മമ്മൂക്കയൊക്കെ പോയിരുന്ന ഒരു കാലമുണ്ട്. അതായത് ഒരു സ്റ്റാർ വാല്യൂ നിലനിർത്തിക്കൊണ്ട് സിനിമയിൽ തുടരാൻ അവർ ആഗ്രഹിച്ച ഒരു കാലമുണ്ട്. 95-ലും 96-ലും 2000-ലും ഒക്കെ അവർ അതിനു വേണ്ടി ശ്രമിച്ചു. അല്ലെങ്കിൽ അതിനകത്ത് ഏറിയ പങ്കും ചില ആൾക്കാർ വിജയിച്ചു, ചിലർ വിജയിച്ചില്ല. പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞ കണക്ക് അഭിനയ പ്രാധാന്യമുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾക്ക് പിന്നാലെ മമ്മൂക്ക പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 3-4 സ്റ്റേറ്റ് അവാർഡുകൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് എത്തിയത്. അതിനകത്ത് 2-3 പ്രാവശ്യം മമ്മൂക്ക ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുക്കുകയും ചെയ്തു മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 2022 മുതൽ ഇങ്ങോട്ടെടുക്കുമ്പം 2022 ആയാലും 23 ആയാലും 24 ആയാലും 25 ആയാലും എല്ലാം കഴിഞ്ഞൊരു 3-4 വർഷം തുടർച്ചയായിട്ട്, ഇപ്പോൾ 26-ൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വൈഡ് കളക്ഷനിൽ 50 കോടി നേടിയിട്ടുള്ള ഒരു സിനിമയെങ്കിലും മമ്മൂക്കയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും. അതായത് തുടർച്ചയായ 50 കോടി ക്ലബ്ബിൽ കഴിഞ്ഞ ഒരു 4 കൊല്ലം കൊണ്ട് മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, അതേ സമയത്ത് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് ഫൈനൽ റൗണ്ടിൽ മമ്മൂക്ക മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്റ്റാർ വാല്യൂ നിലനിർത്തുന്നു, അതോടൊപ്പം ഏറ്റവും മികച്ച നടൻ എന്നുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾക്ക് പോകുന്നു. പക്ഷെ അവിടെയും നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മികച്ച നടനായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനിയും താൻ ചെയ്യാൻ ബാക്കിയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് പുറകെ പോവുകയാണ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ ചെയ്യാൻ ഭയമാണ്. കാര്യം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ യാതൊരുവിധ താല്പര്യങ്ങളുമില്ല. ഇനി അദ്ദേഹം തട്ടിക്കൂട്ടി അദ്ദേഹത്തിന് ആവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പരുവത്തിനൊത്ത രീതിയിൽ ഏതെങ്കിലും ഒരു റോള് ചെയ്തുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെ അങ്ങ് കൈയൊഴിയും. ആ സിനിമ കാണാൻ ഒരു മനുഷ്യനും പോകത്തില്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഒന്നുകിൽ ഏതെങ്കിലും ത്രില്ലർ സ്വഭാവത്തിലുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ വരണം, നാടൻ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മീശ വിരിച്ചു വെക്കുകയും മുണ്ട് ഊരി വല്ലവൻ്റെ തലവഴി ഇടിയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ലാലേട്ടൻ്റെ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സിനിമകൾ വന്നാൽ ചിലപ്പം ഓടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്താണ് പറയുന്നത്, തുടരും സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ച രീതിയിലുള്ള ചില കഥാപാത്രങ്ങൾ ആദ്യം കുറച്ച് വളരെ പ്രശ്നക്കാരനല്ലാത്ത രീതിയിലും പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ മറ്റൊരു രീതിയിലും ഒക്കെ മാറുന്ന രീതിയിൽ ഒരു 2 സ്വഭാവത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ചില കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നാൽ മാത്രം പ്രേക്ഷകൻ സ്വീകരിക്കുന്ന ഒരു അഭിനേതാവ് മാത്രമായി ലാലേട്ടൻ താഴ്ന്നു പോകുമ്പം ഒരു നടൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കയുടെ ഗ്രാഫ് ഒരുപാട് ഉയർന്നു വരിക. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർഡം ലാലേട്ടനെക്കാട്ടിലും മമ്മൂക്കയ്ക്ക് കുറവാണ് എന്ന് പറഞ്ഞ് മമ്മൂക്കയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുമ്പം അതിന് സ്വാഭാവികമായിട്ട് ഒരു മറുപടി പറയാൻ ഒരു മമ്മൂക്ക ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനൊരു ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാനതിൽ തീർച്ചയായിട്ടും അതിനൊരു മറുപടി ഞാൻ പറയും. ഇപ്പം ഞാൻ മറുപടി പറയുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ലാലേട്ടൻ ഫാൻസുകാർ അങ്ങനെ പറയുന്നു, നിങ്ങൾ ലാലേട്ടനെ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലെ പേജുകളിൽ പോയിട്ട്
മമ്മൂക്ക ഇത്തരത്തിലുള്ള രീതിയിൽ തരം താഴ്ത്തി ഇടുന്ന പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് ഇടുക, സുഹൃത്തെ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വേണ്ട. ഇപ്പൊ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പടത്തിൽ മമ്മൂക്കയുടെ ഒരു പടത്തിനകത്ത് മമ്മൂക്ക ലാലേട്ടനെ വിളിച്ച് അഭിനയിപ്പിച്ചതിന്റെ പേരിൽ മമ്മൂക്ക ഇത്രയും തരം താഴ്ത്തരുതെന്ന് നിങ്ങളൊരു കമന്റ് ഇടുക. അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുകയും ഞാൻ ലാലേട്ടനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വീഡിയോകൾ ചെയ്യുമ്പം ഇതിന്റെ താഴെ വന്ന് രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ വിമർശിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്ക രീതിയിലുള്ള ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അത്തരത്തിലുള്ള കഥ എഴുതി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യാനുള്ള എല്ലാവിധ കരുത്തും മമ്മൂക്കയ്ക്ക് ഉണ്ട് താനും. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം നിലവിൽ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതിന് പറ്റുന്ന രീതിയിലുള്ള സിനിമകളല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിർഭാഗ്യം. അത് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത്. ഇനി ലാലേട്ടൻ എന്നും എത്ര നാൾ ഈ സ്റ്റാറിനെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ നിലനിർത്തിക്കൊണ്ട് ലാലേട്ടന് മുന്നോട്ട് പോകാൻ പറ്റും? കഴിഞ്ഞ ഒരു 3-4 സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേശീയ അവാർഡിൻ്റെ ഒരു ഫൈനൽ റൗണ്ടിൽ പോയിട്ട് ഒരു പ്രാഥമിക ഘട്ടത്തിൽ പോലും, അതായത് ഇപ്പോൾ ചില മാധ്യമങ്ങളോട് എഴുതി പിടിപ്പിക്കുന്ന കണക്ക് ലാലേട്ടൻ 1-ാം റൗണ്ടിൽ ഉണ്ടായിരുന്നു, ലാലേട്ടൻ 2-ാം റൗണ്ടിൽ ഉണ്ടായിരുന്നു, ലാലേട്ടൻ 3-ാം റൗണ്ടിൽ പോയി, അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിന്റെ വാതിക്കൽ ലാലേട്ടൻ ഔട്ടായി പോയി എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ ലാലേട്ടന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് കഴിഞ്ഞ കുറേ കാലം ഇങ്ങോട്ട് എടുത്താൽ ഏത് സിനിമയിലുണ്ടായിരുന്നു? തുടരും സിനിമ പറയണ്ട, കാര്യം തുടരും സിനിമ പലരും അത്തരത്തിലുള്ള ക്യാരക്ടറിനെ പല കാലഘട്ടത്തിലും അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ. അതൊരു വലിയ അസാധാരണമായിട്ടുള്ള വലിയ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാടുള്ള കഥാപാത്രം ഒന്നുമല്ല തുടരും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഏതോ ഒരു കഷ്ടകാല അവസരത്തിൽ മമ്മൂക്ക ഒന്ന് വിളിച്ചു പോയി ലാലേട്ടനെ. അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ആക്ഷേപങ്ങളാവുന്നു. മമ്മൂക്കയെ ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യാം ആ രീതിയിലുള്ളതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല പേജുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ തളർത്താൻ ആർക്കും സാധിക്കത്തില്ല. കാര്യം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് ഒരു 100 കോടി ക്ലബിൽ കയറണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ 100 കോടി ക്ലബിൽ എത്തുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു സിനിമ കൊണ്ടുവരുന്നതെങ്കിൽ, അത് ഈ മഹേഷ് നാരായണനെ പോലുള്ള ആളുകളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊക്കെ കഴിവും പ്രാപ്തിയുള്ള ഒരുപാട് സംവിധായകർ ഇവിടെ നിൽപ്പുണ്ട്. അവരിൽ ആരുടെയെങ്കിലും ഒരു സിനിമയായിട്ട് മമ്മൂക്ക വരുമ്പം ഒരു 100 കോടി ക്ലബ് എന്ന് പറയുന്നത് മമ്മൂക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. താങ്ക് യു.